അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ പെണ്ണ് കാണൽ മുടങ്ങിയപ്പോൾ തന്നെ ഷമ്മാസിന് പകുതി ആശ്വാസമായി. പടച്ചോനെ നീ കാത്തു. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഷമ്മാസിൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട മൂത്തച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ. ഫൈസൽക്ക് ചെയ്തത് ഒട്ടും ശരിയായില്ല. അന്ന് ഫൈസൽക്കയോട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചു. അന്ന് പെരുന്നാൾ ദിവസം പോയപ്പോൾ അവിടെ കണ്ട ആ ദയനീയമായ കാഴ്ചകളും എല്ലാം. ഒരിക്കലും എൻ്റെ ഇക്ക അങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അതല്പം വൈകിപ്പോയി. അതല്ല തുടക്കത്തിൽ തന്നെയാണെങ്കിൽ ഒരു പക്ഷേ ഇക്കയോടെല്ലാം പറഞ്ഞ് റെഡിയാക്കാമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇക്കത മറ്റൊരുത്തിയെ കൂടെ പാർപ്പിക്കുന്നു. അവരാണ് ഇപ്പോൾ ഇക്കയുടെ എല്ലാം. അവൾ പറയുന്നതനുസരിച്ചാണ് ഇക്ക നീങ്ങുന്നത്. പഠിച്ചോനെ എന്ത് ചെയ്യും? പേരിന് 2 ഭാര്യമാരുണ്ട്. ഇനിയിപ്പോൾ 2 ഭാര്യമാർ ഉണ്ടെങ്കിൽ തന്നെ അവർക്കിടയിൽ നീതി പുലർത്തണം. ഇക്കാക്ക് സ്വത്തിനും സമ്പത്തിനും ഒട്ടും കുറവില്ലല്ലോ. ഇവൾക്ക് കൊടുക്കുന്നത് തുല്യമായി തന്നെ വലിയ മൂത്തച്ചിക്കും കൊടുക്കണം. അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്, തെറ്റാണത്. ഇതിപ്പോൾ ഇക്ക ഇവളെ മാത്രം കെയർ ചെയ്യുന്നു, ഇവൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നു. അവളെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. പേരിന് ഒരു ഭാര്യയും. പഠിച്ചോനെ, ഇക്കയോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അതെങ്ങനെ ശരിയാവുമോ? ഞാൻ എങ്ങനെയാണ് ഇക്കായോട് അത് പറയുക? എനിക്കറിയുന്നില്ല. പക്ഷേ പറയാതിരിക്കാനും പറ്റില്ലല്ലോ. ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് അവിടെ കഷ്ടപ്പെടുന്നത്. എന്തൊക്കെ തന്നെയായാലും എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ. തൽക്കാലം ഉമ്മയോടൊന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ ഇക്കയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഷമ്മാസദ ഉമ്മയുടെ അടുക്കിലേക്ക് പോകുന്നു. ഉമ്മ ആ എന്ത് ഷാമോനെ? മോനക്ക് വിഷമമുണ്ടോ എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊക്കെ ആയതിൽ? ഉമ്മ എന്ത് വിഷമം? അതൊക്കെ അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിലല്ലമ്മ എല്ലാം നടക്കുള്ളൂ. മോനെ അത് സാരല്ല കേട്ടോ, അതിനേക്കാളും ഹയറായത് എൻ്റെ കുട്ടിക്ക് കിട്ടും. ഉമ്മ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഒരു പെണ്ണ് കാണൽ. പിന്നെ എൻ്റെ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി, എൻ്റെ ഉമ്മയുടെ ഇഷ്ടത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത്. മോനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മോനെ. എൻ്റെ മോൻ്റെ ഇഷ്ടം അതാണ് വേണ്ടത്. ദാമ്പത്യ ജീവിതം വിജയിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. അതില്ലാതെ പിന്നെ എന്താടാ മോനെ? എനിക്ക് വേണ്ടിയായിരുന്നോ മോനെ പെണ്ണ് കാണാൻ വന്നിരുന്നത്? ഉമ്മ അങ്ങനെയല്ല. എൻ്റെ ഉമ്മയുടെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഈ ഷമ്മാസ്. അപ്പോൾ പിന്നെ എത്രയൊക്കെ മനസ്സിൽ ഇഷ്ടമില്ലെങ്കിലും ഉമ്മയുടെ ഇഷ്ടം സാധിപ്പിക്കാമെന്ന് കരുതി. മോനെ എന്നാൽ എന്നോടൊരു വാക്ക് പറഞ്ഞൂടെ എനിക്ക്? ഉമ്മ അത് എന്തായാലും അങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, സാരല്ല. ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹു ഹൈറായത് അതിനേക്കാളും നല്ലത് കിട്ടും. ഉമ്മ വിഷമിക്കല്ലേ മോനെ. എനിക്ക് വിഷമല്ല, പക്ഷെ എൻ്റെ കുട്ടിക്ക് വിഷമാവുമെന്നാണ് എൻ്റെ പേടി. ഹേയ് ഉമ്മ, എനിക്കൊരു വിഷമമല്ല. എനിക്ക് വിഷമം അതിലൊന്നും അല്ലമ്മ. പിന്നെ ഉമ്മ എനിക്ക് വിഷമം നമ്മുടെ ഫൈസൽക്കയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് ഓർത്താണ്. പാവം, അവരുടെ ആ വീടും പുരയിടവും ആ സ്ഥലവും എല്ലാം കണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഉമ്മ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഇക്ക ഭർത്താവായിട്ടുണ്ടല്ലോ, എന്നാൽ ഇവളൊക്കെ ഒഴിവാക്കണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ അവളൊരു ഭാര്യയല്ലേ. അവൾക്കുള്ള ആ ഒരു പങ്ക് ചെലവിനുള്ളത് മാത്രമല്ല, ഇക്കയുടെ ആ ഒരു സാമീപ്യം അത് നമ്മുടെ വല്യത്താക്ക് കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴാണ് ആ ദാമ്പത്യ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ ഇപ്പം എന്താ പേരിന് 2 ഭാര്യമാരും? എന്താപ്പോൾ അതിനൊരർത്ഥം? ഒരാളെ ഫൈസൽക്ക് പരിഗണിക്കുന്നേ ഇല്ലല്ലോ. മോനെ എന്താ മോനെ ചെയ്യുക? ഒരുപാട് ഞാൻ കരളൊരുക്കി പ്രാർത്ഥിച്ചതാണ് എൻ്റെ മോളെ നഷ്ടപ്പെടാതെ എന്നും ഇവിടെ തന്നെ എൻ്റെ മോള് ജീവിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലും ഇവൾ ഒഴിഞ്ഞു പോവും എന്നും കരുതി. പക്ഷേ ഇവൾ ഒഴിഞ്ഞു പോകുന്ന മട്ടൊന്നും കാണുന്നില്ല. അവരിടയ്ക്കിടെ തല്ല് കൂടുമെങ്കിലും തിരക്ക് കൂടുമെങ്കിലും, അവരുടെ ചില സമയത്ത് സ്നേഹം കണ്ടാൽ
ആരും ഒന്ന് അസൂയപ്പെട്ടു പോകും. ആ രീതിയിലാണ് മോനെ. എന്തൊരു സ്നേഹമാണെന്നോ. അങ്ങനെയൊന്നൊരു സ്വഭാവം ഒരിക്കൽ പോലും മറ്റവളോട് ഇവൻ കാണിച്ചിട്ടില്ല ഒരിക്കലും. ഇതിപ്പോൾ ഷാനി ഷാനി എന്ന് പറഞ്ഞ് ഉമ്മ അതൊക്കെ ഈ ഇത്താത്ത നമ്മളെ ഇക്കാക്കാനിങ്ങ് മയക്കെടുത്ത് കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ മോനെ എന്നാലുടാ പാവം അവളുണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇത്ര സങ്കടം. അല്ലെങ്കിൽ എങ്ങനെ വെച്ച് ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. രണ്ടാക്കും ഒരുപോലെ കിട്ടേണ്ട സ്വാതന്ത്ര്യം അതില്ലല്ലോ. ഒരിക്കൽ പോലും പോയതിനു ശേഷം നുസൈബിയെ ഫൈസൽക്ക് വിളിച്ചിട്ടുമില്ല. അമ്മ, ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാനാണ് വന്നത്. എന്താ മോനെ? ഞാൻ ഫൈസൽക്കയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇക്കയുടെ ആ തീരുമാനം അതെന്താണെന്ന് അറിയിക്കാൻ. അല്ലാതെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ പെണ്ണിനെ അവൾക്കുള്ളത് നമ്മളായിട്ട് പറഞ്ഞ് വാങ്ങിക്കൊടുക്കണം. ഇക്കയെ നിർബന്ധിച്ച് ഇത്താത്തിയുടെ അടുക്കിലേക്ക് പറഞ്ഞേക്കണം. അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോനെ, നീ അങ്ങോട്ട് ചെന്നാൽ മതി. നീ ഒന്ന് ചെന്ന് നോക്ക്. എന്തുമ്മ, എന്നെയൊക്കെ ഒരാട്ടി വിട്ടതാണ് ആ വിഷയം പറഞ്ഞിട്ട്. വേറെ വല്ലതും പറയാണ്ടോ എന്ന് പറഞ്ഞ് പെറ്റ് തള്ളനെ വരെ ആട്ടിപ്പയച്ച ടീമാണ് അവരാണിപ്പോൾ നന്നാകാൻ പോണത്. ഉമ്മ, നമ്മളൊന്ന് ശ്രമിച്ചു നോക്കല്ലേ. എന്തൊക്കെ തന്നെയായാലും ആദ്യ ഭാര്യ അതാണല്ലോ സ്വർഗത്തിൽ വരെ ഭാര്യയായി നമുക്ക് ലഭിക്കുക. അപ്പോൾ ആ ആദ്യത്തെ ഭാര്യയെ ഇങ്ങനെയൊക്കെ കടുപ്പം കാട്ടാൻ പാടുണ്ടോ? മോനെ, എനിക്ക് കേൾക്കണോ? ഓനക്ക് അങ്ങനെ കെട്ടിയ പെണ്ണുങ്ങളോട് സ്നേഹമൊന്നുമില്ല. ഓന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പെണ്ണുങ്ങളോടായിരിക്കും. ഇപ്പോൾ ഇതാ വേറെ ഇത് അന്ന് പാർക്കെന്ന് വെച്ച് കണ്ടില്ലേ. ഞാൻ ഒരു നോട്ടാണ് നോക്കിയത്, പിന്നെ അവൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയില്ല. എത്രയോ പെണ്ണുങ്ങളെ കൂട്ടത്തിലാണ് ഓനങ്ങനെ നടന്നു വരുന്നത്, തോളിക്കൂടെ കൈയിട്ടും. കൂട്ടത്തിൽ മറ്റോളും ഉണ്ടല്ലോ. ഹൈ, എനിക്ക് നാണാണ് കണ്ടിട്ട്. ഞാൻ പെറ്റുപോയല്ലോ എന്ന് വരെ വിചാരിച്ചു. ഉമ്മ, ഞാൻ ആ കാഴ്ച കണ്ടതാണ്. പക്ഷേ ഉമ്മയെ മറക്കുവാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാനന്ന് പാർക്കിൽ കയറാതെയും ആ ബോട്ട് സവാരിക്കൊന്നും നിൽക്കാതെ പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നത്. പിന്നെയാണ് ഇക്കാക്കയും ആ പെണ്ണുങ്ങളും വരുന്നത് കണ്ടത്. ഓൻ്റെ സ്വഭാവം കണ്ടില്ലേ, എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെയുണ്ട് ചില ടീം. ഭാര്യ ഉണ്ടായിട്ട് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ നടക്കുക. ഇപ്പതാ പേരിന് വേറൊരു ഭാര്യ ഉണ്ട്, എന്നിട്ടും ഓനിപ്പോൾ കണ്ടില്ലേ. നടക്കട്ടെ അങ്ങനെ ഓന്. എനിക്കും എൻ്റെ മുഖം തന്നെ കണ്ട് ഇഷ്ടമല്ല. ഉമ്മ, നിങ്ങളങ്ങനെ പറയരുത്. മക്കളെ ഒരിക്കലും ശപിക്കാൻ പാടില്ല. മോനെ ശപിച്ചതല്ല, ഇനി എന്താ ഞാൻ പറയുക. അത്രക്കും ഒരു പ്രവൃത്തി നോക്ക്. പെണ്ണുങ്ങളൊപ്പം നടക്കുക, പെണ്ണുങ്ങൾ വേറെ ഭാര്യമാരുണ്ടായിക്കൊണ്ട്. എന്നിട്ടും അവനക്ക് പൂതി കെട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഏതാ എന്നെ അവൻ കെട്ടിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇങ്ങോട്ട് കയറ്റണ്ട, എന്നെ കൊണ്ട് കഴിയൂല ഈ കാഴ്ചയൊന്നും കാണാൻ. ഉമ്മ, നിങ്ങൾ ഇക്കാക്കയെ ഒരിക്കലും ശപിക്കരുത് കേട്ടോ. ഉമ്മമാരുടെ ആ ഒരു ശാപം മക്കൾക്ക് ഏൽക്കുമെന്നാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ശപിക്കാൻ പാടില്ല. ഉമ്മമാർ ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാലാകാലം അങ്ങനെ തന്നെ ആയിരിക്കും. മോനെ, ഞാൻ എന്താ ചെയ്യുക? ഞാൻ ശപിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയിക്കണമെങ്കിൽ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മോനെ, സങ്കടം കൊണ്ടാണ്, ദുഃഖം കൊണ്ടാണ്, ഓൻ്റെ സ്വഭാവം കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞു പോണത്. എൻ്റെ മുമ്പിലേക്കാണല്ലോ അങ്ങനെ അന്ന് അവൻ ആ വരവ് വന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? എന്തൊരു കഷ്ടമാണിത്. ഉമ്മ, റിലാക്സ്, കൂൾ ഡൗൺ. എൻ്റെ ഉമ്മ ക്ഷമിക്കൂ. ക്ഷമിക്കുന്നവരുടെ കൂടെയല്ലേ അള്ളാഹു. എല്ലാം ശരിയാവും ഉമ്മ. എൻ്റെ ഉമ്മ വിഷമിക്കില്ലേ. ഞാൻ ഇക്കാക്കയോടൊന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ. മോനെ ഷമ്മാസ്, ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം, അവൻ്റെ വായിൽ നിന്ന് പലതും കേൾക്കും. നിന്നെപ്പോലെയല്ല, നിന്നെപ്പോലെ സൗമ്യ സ്വഭാവക്കാരനല്ല ഓന്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ടീമാണ്. അപ്പോൾ കണ്ടു അറിഞ്ഞും കരുതിയൊക്കെ ഓൻ്റെ അടുത്തേക്ക് പോയിക്കോ. ചിലപ്പോൾ 2 അടിയും കിട്ടും. അത് നീ വാങ്ങിച്ചോണ്ടി. ഉമ്മ, നിങ്ങൾ എന്തേ പറയണത്? ഹേയ്, ഇക്കാക്ക അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ലടാ, ഇബിലീസിൻ്റെ പണിയായിരിക്കേ. ദേഷ്യങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ ഇരട്ടി കൂടിങ്ങ് നിൽക്കുമ്പോഴേ മുന്നിൽ ചിലപ്പോൾ ആരെങ്കിലും നല്ല ഉപദേശമായിട്ടൊക്കെ ചെന്നാലേ ഒന്നങ്ങോട്ട് തരും. അതൊക്കെ വാങ്ങാൻ വേണ്ടി തയ്യാറായി എൻ്റെ കുട്ടി പോയാൽ മതി കേട്ടോ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഉമ്മ, ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും നമ്മൾ ഇക്കാക്കയല്ലേ, ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ വളർന്നതല്ലേ ഞാനും ഓനൊക്കെ, എൻ്റെ കൂടെപ്പിറപ്പല്ലേ. അപ്പോൾ പിന്നെ മോനെ, എൻ്റെ ഷാമോനെ, എൻ്റെ മനസ്സ് എനിക്കറിയാം മോനെ. എൻ്റെ മനസ്സ് പോലെ ആവില്ല എല്ലാവരും മനസ്സേ. എന്തായാലും എൻ്റെ മോന് ചെന്ന് നോക്ക്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ എത്രയോ പ്രാവശ്യം അവനോട് പറഞ്ഞ് തോറ്റതാണ് നുസൈബയുടെ കാര്യം ഒക്കെ പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ ഓൻ നിങ്ങൾക്ക് വേണേ കൊണ്ടു നിർത്തിക്കോളി, എന്നോട് എന്തിനാ പറയണേ?
പക്ഷേ എൻ്റെ റൂമൊക്കെ അടുപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിച്ചതാണ് ഞാൻ. മോൻ ചെന്ന് നോക്ക്, എന്താ അറിയാലോ. അന്ന് ഇക്കാക്ക വരുന്നതും കാട്ട് അതാ ഷമ്മാസ് സിറ്റ് ഔട്ടിൽ കാത്തിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഷാനിയും ഫൈസലും കൂടി കാറിൽ നിന്ന് ഇറങ്ങുന്നു. അവർ ഷമ്മാസിനെ കണ്ട ഭാവം പോലും നടിക്കാതെ പെട്ടെന്ന് മുകളിലത്തെ റൂമിലേക്ക് പോവുകയാണ്. ഷമ്മാസ് അവരെ കണ്ടപ്പോൾ എണീറ്റു. ഷാനി മുമ്പിലായിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ഫൈസലിനെ ഷമ്മാസത വിളിക്കുന്നു. ഫൈസൽക്കാ. ആദ്യത്തെ പ്രാവശ്യം കേൾക്കാത്തതുപോലെ ഫൈസലൊന്നങ്ങോട്ട് മുന്നോട്ട് പോയെങ്കിലും ഒരിക്കൽ കൂടി ഷാമോൻ വിളിക്കുന്നു, ഫൈസൽക്കാ. അവൻ തിരിഞ്ഞു നോക്കി. എന്താ? ഫൈസൽ ചോദിച്ചു. എനിക്ക് ഇക്കാക്കയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടായിരുന്നു. എന്ത് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവൻ വേഗം മുകളിലത്തെ റൂമിലേക്ക് പോവുകയാണ്. ഷമ്മാസ് വിചാരിച്ചു, ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിപ്പോയി. എൻ്റെ ഇക്കാക്ക ഇത്രയൊന്നും സ്ട്രോങ് അല്ലായിരുന്നല്ലോ, നല്ല ആളായിരുന്നല്ലോ, എന്ത് പറ്റിയാവോ. ഷമ്മാസ് അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ കാത്തിരുന്നു, തൻ്റെ ഇക്കാക്കയും കാത്തിരുന്നുകൊണ്ട്. എത്രയായിട്ടും അവൻ വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് അതാ ഫൈസൽ ഇറങ്ങി വരുന്നു. ഇക്കാക്ക, നമുക്കൊന്ന് പുറത്തു പോയാലോ? എന്താ എൻ്റെ കൂടെ ഒരു പുറത്തു പോരാൻ ഒരു പൂതി നിനക്ക്? അല്ലക്ക, നിങ്ങൾ വണ്ടി എടുക്കി. എന്തിനാണാവോ ഇക്കാക്ക? ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ചെറുപ്പത്തിൽ നിങ്ങളെ കുറേ കൊണ്ടിടുന്നതല്ലേ, അപ്പോൾ നിങ്ങളെ കൂടെ എനിക്കൊന്ന് പോരാ ഒരു പൂതി. ഇക്കാക്ക വണ്ടി എടുക്കേ, ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ. അപ്പോഴേക്കും ഷമ്മാസും വന്നു. ഫൈസൽ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അവൻ്റെ മുഖത്ത് നല്ല ഗൗരവമുണ്ടായിരുന്നു. ഷമ്മാസിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുകയോ ഒന്ന് ചിരിക്കുകയോ ഒന്നും ചെയ്യില്ല. അത്രക്കും ഗൗരവത്തിൽ. അവരുടെ വീട്ടിലെ ജീപ്പായിരുന്നു എടുത്തിരുന്നത്. ഫൈസൽ ചോദിച്ചു, എന്താടാ നിനക്ക് എന്നോട് കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞത്? ഇക്കാക്ക, എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്ത് കാര്യം? അതെ, ഇക്കാക്ക കല്യാണം കഴിച്ച കാര്യം ഒന്നും എനിക്കറിവില്ലായിരുന്നു. എന്താ ഇപ്പോൾ അറിഞ്ഞോ? അറിഞ്ഞു. പക്ഷേ ഒരു കഥ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സങ്കടപ്പെട്ടു ഇക്കാക്ക. നീ ഒരുപാട് ഡയലോഗ് അടിക്കാതെ കാര്യങ്ങൾ പറയടേ. അതെ ഇക്കാക്ക, നിങ്ങൾക്കിപ്പോൾ 2 ഭാര്യമാരുണ്ടല്ലോ അല്ലേ? അതിന് അല്ല, ഇക്കാക്ക അങ്ങോട്ടൊന്നും പോണും കണ്ടില്ല, ഞാനും കണ്ടില്ല ഇക്കാക്കയുടെ ആദ്യത്തെ ഭാര്യയുടെ വൈഫ്. അത് സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ കാക്ക? എന്തിനാണ്? എനിക്ക് അവളോട് യാതൊരു ടച്ചും ബന്ധമൊന്നുമില്ല. പിന്നെ ഇപ്പം എന്തിനാ? ഇക്കാക്ക, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് നിങ്ങളെ ഭാര്യ തന്നെയല്ലേ. അപ്പോൾ ഈ ഭാര്യയെ നോക്കുന്ന പോലെ അവളെയും സംരക്ഷിക്കൽ നമ്മളെ കടമല്ലേ? അല്ലെങ്കിൽ നമ്മൾ ശിക്ഷക്കാരാവൂലേ? കുറ്റക്കാരാവും, ഉറപ്പാണ്. തുടങ്ങി അവൻ്റെ ദീനീ പ്രയോഗങ്ങൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ വിഷയങ്ങളോടൊന്നും താല്പര്യമില്ലാന്ന്. പിന്നെ അതുമല്ല, എനിക്ക് അവളുടെ വിഷയത്തിൽ താല്പര്യമില്ല. എൻ്റെ ഇഷ്ടങ്ങൾക്ക് അവൾക്ക് നടക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പം ഇതിന് ഞാൻ എന്തിഷ്ടത്തിനാണ് ഇക്കാക്ക അവൾ നടക്കാതിരുന്നത്? ഒന്നുമല്ല, അവൾക്ക് എൻ്റെ ഒരു മോഡേൺ കാര്യങ്ങളും ഒന്നും അവൾക്കറിയില്ല. പിന്നെ കുറച്ച് പഴഞ്ചനാണ്. പിന്നെ ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡിങ്ങിനനുസരിച്ച് അവൾക്ക് മാറാനും കഴിയുന്നില്ല. അവളൊരു പഴഞ്ചൻ രീതിയിലാണ് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ. എപ്പോഴും ആ ഒരു രീതിയിൽ അവളുടെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരുത്തിയെ സെറ്റാക്കി. ഇക്കാക്ക, അവരാണല്ലേ നിങ്ങളെ മറ്റൊരുത്തി? എന്താടാ? ഇക്കാക്കയേക്കാൾ പ്രായം തോന്നുന്നുണ്ട്, അതാണ് നിങ്ങൾ സെറ്റാക്കിയത്. ചെറിയ നല്ല പെൺകുട്ടിയെ ഒഴിവാക്കിയിട്ട് നല്ല മൂത്ത ഇനത്തിനെ എടുത്തുല്ലേ? ഷമ്മാസ്, നീ മിണ്ടരുത് കേട്ടോ. ആരോടാണ് സംസാരിക്കണമെന്നുള്ള ഓർമ്മ വേണം. ഇക്കാക്ക, ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതാ. എനിക്കില്ലാത്ത സങ്കടം നിനക്കെന്താടാ? അവളെക്കുറിച്ച് നിനക്ക് എന്ത് സങ്കടം ഉള്ളത്? അവൾക്കെന്താ? അവൾ പക്ക പഴഞ്ചനാണ്. ഒരു രീതിയിലുള്ള മോഡലും കാര്യങ്ങളും ഒന്നും അവൾക്കില്ല. ഷാനി കുറച്ച് പ്രായം കൂടുതലാണെങ്കിലും ഞാൻ പറയുന്ന ഡ്രസ്സ് ഇടും, എനിക്കനുസരിച്ച് അവൾ തുള്ളും. ഓക്കെ? പിന്നെ അപ്പം ഇക്കാക്ക അന്ന് പാർക്കിൽ വെച്ച് കണ്ട് അതും പിടിച്ചോ? അത് എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളാണ്, ലേഡീസ് ഓൺലിയാണ് അവിടെ.
ജെൻസ് ആകുമ്പോൾ പ്രശ്നമാവും. അപ്പോൾ പിന്നെ ലേഡീസിനെ പിടിച്ചു. അതാണ് അത്ര കൂടുതൽ ലേഡീസ്. ഷമ്മ സമൃദ്ധി ഒന്ന് മൂളി. അവൻ മനസ്സിൽ വിചാരിച്ചു, അല്ലെങ്കിലും ഇക്കാക്ക് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഷോപ്പിൽ മുഴുവൻ ലേഡീസാണെന്ന്. എന്താണ് ഇക്കാക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇക്കാക്ക, എൻ്റെ ആദ്യത്തെ ഭാര്യയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നൂടെ? എന്തിനാടാ നിനക്ക് അവളെ? എനിക്ക് വേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ നിനക്ക്? എനിക്ക് വേണേൽ ഇനിയും പെണ്ണ് കിട്ടും. അവളെ തന്നെ കൊണ്ടുവരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. എനിക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ മോഡേൺ സ്ത്രീകളുണ്ട്. ആര് വേണമെങ്കിലും ഞാൻ വിളിച്ചാൽ വരും. പിന്നെന്താ, അതിനുള്ള കപ്പാസിറ്റി നമ്മളെടുത്തുന്നുണ്ടല്ലോ ഫൈസൽക്ക. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ നമ്മളൊരാളെ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. എന്ത് കഷ്ടപ്പാട്? ആർക്കാ കഷ്ടപ്പാട്? ഞാൻ പറഞ്ഞല്ലോ ഉമ്മാനോട് കഷ്ടപ്പാടുണ്ടെങ്കിൽ അവൾ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നോ. പക്ഷേ എന്നേറ്റ് യാതൊരു ബന്ധവും വേണ്ട. നിങ്ങളുടെ മരുമകളായിട്ടോ മകളായിട്ടോ നിങ്ങളെ കൂടെ അവിടെ നിർത്തിക്കോളും. അത് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. അല്ല ഷമ്മാസ്, ഇതൊക്കെ പറയാനാണോ നീ എന്നോട് വണ്ടി എടുക്കാനൊക്കെ പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന എനിക്ക് താല്പര്യമേ ഇല്ല കേട്ടോ. അപ്പോൾ ഇക്കാക്ക, എന്നാൽ പിന്നെ അവളങ്ങോട്ട് ഡൈവേഴ്സ് ചെയ്ത് കൊടുത്തൂടെ? ഇത്ര കഷ്ടപ്പെടുത്തണോ? എന്തിനാടാ? എന്നിട്ട് നിനക്ക് കെട്ടാനാണോ? ഷമ്മാസേ, എനിക്കിതിനോടൊന്നും ഒരു താല്പര്യമില്ല. അങ്ങനത്തെ പഴഞ്ചൻ ആളുകളോട് എനിക്ക് അത്രമാത്രം ദയ അങ്ങ് തോന്നുകയാണെങ്കിലേ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. ഇക്കാക്ക, ഞാൻ കാര്യമായിട്ട് പറയണം. ഞാൻ മറ്റൊന്നും അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അവരെൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഭാര്യയ്ക്ക് കൊടുക്കുന്ന തുല്യ അവകാശം അവൾക്കും കൊടുക്കണ്ടേ എന്നാണ്. അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനാണ് കുറ്റക്കാരൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താടാ എനിക്ക് തോന്നാത്ത ഒരു ദയ ഓളോട്? ഷമ്മാസേ, നീ കൂടുതൽ സംസാരിക്കണ്ട കേട്ടോ. അത്ര എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓളങ്ങോട്ട് കെട്ടിക്കയെ ഞാനങ്ങോട്ട് ഒഴിവാക്കി തരാം. എന്താ, നാണമില്ലല്ലോ ഓരോന്നൊന്ന് ചോദിക്കാൻ? ഹേയ്, എന്താ ഫൈസൽക്ക, നിങ്ങളെന്തേ പറഞ്ഞത്? ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. അല്ലെങ്കിലും ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ അതാരാണ്? നമ്മുടെ ഒരു വലിയ താത്താൻ്റെ സ്ഥാനത്താണ് ഞാൻ അവരെ കാണുന്നത്. എന്താ ഇക്കാക്ക ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്? ഹേയ്, എനിക്ക് ഇത് കേൾക്കണ്ടായിരുന്നു. ഇക്കാക്കയോടും പറയില്ലായിരുന്നു ഇതൊന്നും. എന്താടാ, മടുത്തോ? പറയുന്നത് മുഖത്ത് നോക്കി പറയുന്ന ശീലക്കാരനാണ് ഫൈസലെ. അത് നിനക്കറിയാലോ. പിന്നെ ഈ വിഷയം പറയാൻ വേണ്ടിയിട്ട് നീ എന്തിനാ എൻ്റെ കൂടെ വന്നത്? എന്നെ എന്തിനാ വിളിച്ചത്? ദേഷ്യത്തോടെ ആക്സിലേറ്റർ സ്പീഡിൽ കൊടുത്തുകൊണ്ട് അതാ ഫൈസൽ ജീപ്പ് മുന്നോട്ടെടുക്കുന്നു. ഇക്ക, വേണ്ട വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണില്ല. ഇക്കയുടെ ഇഷ്ടം പോലെ ജീവിച്ചോളി. പക്ഷേ ഇക്ക, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ പെണ്ണിൻ്റെ കണ്ണുനീർ എന്ന് മുതൽ ഭൂമിയിൽ വീഴുന്നുണ്ടോ അത്രക്കും ശാപം ഇക്കാക്കുണ്ടാവും. ഇക്കയുടെ ഭാര്യയല്ല അത് ഓർത്തുകൊണ്ട് ഇക്ക കളിക്കണം. അല്ലെങ്കിൽ പ്രശ്നമാണ് ഇക്ക. ഞാൻ നിങ്ങളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് പറയണത്. ആരെങ്കിലും എങ്ങനെയെങ്കിലും നടന്നോട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ എൻ്റെ ഇക്ക എൻ്റെ കൂടപ്പിറപ്പല്ലേ. എനിക്ക് വേദനയുണ്ട് നിങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെ എൻ്റെ ഇക്ക ആദ്യമായി നിക്കാഹ് കഴിച്ച പെണ്ണ് അവളല്ലേ, അവളെക്കുറിച്ചും സങ്കടമുണ്ട്. ഇക്ക, നിങ്ങൾക്കറിയോ ഒരു കാര്യം? എന്താടാ? ഞങ്ങളെ പെരുന്നാൾ ദിവസം ഉമ്മയുടെ കൂടെ അങ്ങോട്ട് പോയി. എന്ത് ചെറ്റത്തരങ്ങളൊക്കെ ചെയ്യണത്? ഞാൻ എൻ്റെ മനസ്സിന്ന് ഹൃദയത്തിൽ നിന്ന് പറ്റേ പറിച്ചെറിഞ്ഞ ആ ഒരു സാധനത്തിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ പോയിന്നോ? നാണല്ലല്ലോ നിങ്ങൾക്ക്? അത് കേട്ടപ്പോൾ ഷമ്മാസ് ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഉമ്മ അറിയാതെയായിരിക്കും പോയത്, എന്നെയും കൂട്ടിക്കൊണ്ടുപോയത്. എന്താടാ നിങ്ങളൊക്കെ എങ്ങനെ? ഷമ്മാസ് പേടിച്ചു. ഇക്കയുടെ സ്വഭാവമാകെ മാറിയിട്ടുണ്ട്. കണ്ണെല്ലാം ചുവന്നിട്ടുണ്ട്. ആ ഒരു ജീപ്പ് അവിടെ നിർത്തി അവിടെ ഇറങ്ങി ശക്തമായ ഡോറ് വലിച്ചടച്ചുകൊണ്ട് അതാ ഇക്ക ഒരു സിഗരറ്റ് എടുത്ത് വായിലേക്ക് വെക്കുന്നു. പുറത്തേക്ക് വെറുതെ നോക്കിക്കൊണ്ട് അത് ശക്തമായി വലിക്കുന്നു. ഇക്കാക്ക് ഈ സ്വഭാവം ഉണ്ട് പഠിച്ചോനെ? ഇതൊക്കെ എപ്പോഴാണ്? എന്താ ഇപ്പം ചെയ്യുക ഞാൻ? വേണ്ടില്ലായിരുന്നൊന്നും.
ഉമ്മ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്തിന് നിൽക്കണ്ടാന്ന്. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ സിഗരറ്റിനതാ ഇക്ക തീ കൊളുത്തുന്നു. എൻ്റെ ഇക്ക എങ്ങനെയൊന്നല്ലായിരുന്നു. എന്തൊക്കെ ദുസ്വഭാവങ്ങളാണ് പഠിച്ചവനെ ഉള്ളത്. ഇതൊന്നും ഇല്ലായിരുന്നു. ഇക്കയ്ക്ക് അമിതമായ സ്വാതന്ത്ര്യം, അതാണുണ്ടായത്. സത്യം പറഞ്ഞാൽ എന്തപ്പോൾ ഞാൻ ചെയ്യുക? ഷമ്മാസ് ജീപ്പിൽ നിന്നിറങ്ങി ഇക്കയുടെ പിന്നാലെ പോയി. ഇക്ക, ഫൈസൽക്ക. എന്താടാ, ഇനി എന്താ നിനക്ക് വേണ്ടത്? എല്ലാം നശിപ്പിച്ച്. ഞാൻ ഒരിക്കലും ഇനി അവരുമായി ബന്ധം പുലർത്താൻ വിചാരിച്ചതല്ല. പക്ഷേ നിങ്ങൾ എന്ത് കാര്യത്തിന് എന്നോടൊരു വാക്ക് ചോദിച്ചു നിങ്ങൾ പോണതിന് മുമ്പ്? വെറുതെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. നാണമില്ലാതെ പോയി കയറിയിരിക്കണല്ലോ. ഇക്ക, ഒരിക്കലും ഞാൻ കയറിയിട്ടില്ല. അത് ഉമ്മയാണ് പോയത്. ഉമ്മക്ക് പിന്നെ ആ ഒരു മരുമകളേ പറ്റുള്ളൂ. കാലാകാലം ആ ഒരു മരുമകൾ. ഷാനിയോടെ സ്നേഹത്തിലൊന്നും സംസാരിക്കേ അല്ലെങ്കിൽ അവളോടൊന്നും പറയുകയൊന്നും ചെയ്യൂല. ഉമ്മയുടെ മനസ്സിൽ എപ്പോഴും നുസൈബ, ഈ ഒരു ചിന്ത മാത്രം. വെറുത്തു പോയി തള്ളയോട്. ഇനി ഒരിക്കലും ഉമ്മാന്ന് ഞാൻ വിളിക്കൂല. ഫൈസൽ തൻ്റെ ആ ഷൂ മണ്ണിലിട്ട് അമർത്തി വരുതി എന്തോ ഒന്ന് ചവിട്ടിയരക്കുന്ന രീതിയിൽ ഷമ്മാസ് ഫൈസലിനെ പിടിച്ചു. ഇക്ക, റിലാക്സ്, കൂൾ ഡൗൺ. ഒന്നുമില്ല, അതങ്ങനെയൊന്നല്ല ഇക്ക. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ. ഷമ്മാസ് മിണ്ടരുതിനി. അവൻ്റെ ഒരു വക്കാലത്ത്. നീ എന്തിനാ വന്നത്? നിന്നെ ആരാ പറഞ്ഞയച്ചത്? ആ തള്ള പറഞ്ഞയച്ചതായിരിക്കുമല്ലേ? ഇക്ക, അങ്ങനെയൊന്നും പറയില്ലേ ഉമ്മാനെ. നമ്മുടെ ഉമ്മയല്ലേ. ഉമ്മയാണെങ്കിലേ നല്ല സ്വഭാവം കാണിക്കണം. ഇതെന്തുമ്മേണേ? ഇങ്ങനെയുണ്ടോ തള്ളാർ? ഞാൻ ഇഷ്ടമില്ലാതെ ഒഴിവാക്കിയ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നിക്കണ് നാണല്ലാതെ. ഇച്ചിരി ഉളുപ്പ്. അവൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതെല്ലാം ഷമ്മാസിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പഠിച്ചോനെ, എന്തൊക്കെയാണ് ഉമ്മാനെ കുറിച്ചൊക്കെ പറയണത്? ഇക്ക, നമുക്ക് തിരിച്ചു പോകാം, വരി. ഒന്നും നടന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടുമില്ല. നോക്കിക്കോ, ഇന്ന് തന്നെ അവളെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും. നിങ്ങളാ പോക്ക് അവിടെ നിർത്തും. നോക്കിക്കോളി. ആണല്ലാതെ രണ്ടും കൂടി കയറി ചെന്നിക്കണേ. എന്താന്നില്ലേ, ഒരു വാക്ക് പോലും ചോദിക്കാതെ ആണല്ലോ നിങ്ങൾ ചെയ്തത്. അപ്പോൾ ഇക്ക, അന്ന് ഉമ്മ പറഞ്ഞല്ലോ, ഉമ്മയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ അവളെ കൊടുന്നോളി, ഇവിടെ നിർത്തിക്കോളി, നിങ്ങളെ മരുമകളാക്കിക്കോളി, അങ്ങനെയൊക്കെ. പക്ഷേ എന്നോടൊന്നും ചോദിക്കരുത്, എൻ്റെ റൂമിലേക്ക് കയറ്റരുത് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ് ഉമ്മ പറഞ്ഞത്. അതുകൊണ്ട് ആ ഉമ്മയുടെ ധൈര്യത്തിനും ഉമ്മയുടെ ഇഷ്ടത്തിനാണ് പോയത്. കൂട്ടിന് എന്നെ വിളിച്ചെന്ന് മാത്രം, ഡ്രൈവറായിക്കൊണ്ട്. എനിക്ക് ആലോചിക്കാനും ചിന്തിക്കാനും ഇഷ്ടമില്ലാത്ത ഒരേ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതുതാ നുസൈബയാണ്. കാരണം എന്താ, എന്നെ സ്വസ്ഥമായി കെടുക്കാൻ അവൾ സമ്മതിച്ചിട്ടില്ല. ഇക്കങ്ങൾ എന്താ പറയണത്? അതെ, എന്ന് 4 മണി ആകുമ്പോൾ വിളി തുടങ്ങും. ഇക്ക നിസ്കരിക്കണ്ടേ, ഇക്ക നിസ്കരിക്കണ്ടേ, ഓതണ്ടേ. എന്നാലങ്ങനെ സ്വസ്ഥത തരുമോ? 4 മണിക്ക് എണീറ്റ് അവൾ ലൈറ്റ് ഇടലും ഖുർആൻ ഓതലും നിസ്കരിക്കലി. ആകെ ഒരു മനുഷ്യന് 1 മണിക്കൊക്കെ വന്ന് കിടന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഉറക്കമുണ്ടാവും. ആ ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞു, ഒരുപാട് സാധനങ്ങൾ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുത്തി, പുറത്തിട്ട് വാതിലടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണ്. എനിക്ക് ഭയങ്കര വെറുപ്പാണ് അവളോട്, ഇഷ്ടമല്ല. ആ ബന്ധമൊന്നും എന്നേറ്റില്ലാത്ത നിങ്ങൾ ഇതാ അങ്ങോട്ട് പോയി അവളെ സുഖിപ്പിക്കുമായിരിക്കും അല്ലേ? എനിക്ക് കേൾക്കേ വേണ്ട ആ ഒരു ജന്തുവിൻ്റെ വർത്താനം. ഞാൻ പെട്ടെന്ന് തന്നെ, എനിക്ക് തിരക്കുകൊണ്ടാണ്, പെട്ടെന്ന് ഡൈവേഴ്സ് ചെയ്യണം. ഇനി നിർത്തിയാൽ പറ്റില്ല. ഇനി നിർത്തിയാലേ നിങ്ങളുടെ പോക്കും വരവും അതും കൂടും. ഉമ്മയുടെ ഇഷ്ടപ്പെട്ട മരുമകൾ എന്നും അവളായി മാറും. അതുണ്ടാവാൻ പാടില്ല. ഇനി അവളെ വെച്ചേക്കുന്ന പ്രശ്നമല്ല, എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് അവളെ വെട്ടി ഒഴിവാക്കണം. നോക്കിക്കോ. പെട്ടെന്ന് സിഗരറ്റ് കൂടി എടുത്തതാ ചുണ്ടിൽ വെക്കുന്നു, തീ കൊളുത്തുന്നു. അത് വളരെ വേഗത്തിൽ വലിച്ച് ദേഷ്യത്തോടു കൂടി അതാ ഫൈസൽ ജീപ്പിലേക്ക് നടന്നകലുന്നു. ഷമ്മാസിനെ വിളിക്കുകയോ അല്ലെങ്കിൽ കയറ്റുകയോ ചെയ്യാതെ ശക്തമായ ജീപ്പ് മുന്നോട്ടെടുത്തുകൊണ്ട് വന്ന വഴിയല്ലാതെ വേറെ ഏതോ വഴിയിലൂടെ അതാ ഫൈസൽ ജീപ്പ് ഓടിച്ചു പോയി. ഷമ്മാസ് ഒരു നിമിഷം നിരാശനായി. പഠിച്ചോനെ, ഉമ്മ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടില്ല. ഉമ്മ പറഞ്ഞ വാക്ക് കേൾക്കാത്തതിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിച്ചത്.
അടി കിട്ടിയിട്ടില്ല എന്ന് മാത്രം, ബാക്കിയെല്ലാം കിട്ടി. ഇനിയൊന്നും ഇക്കയുടെ വായിൽ നിന്ന് കേൾക്കാൻ ബാക്കിയില്ല. അത്രക്കും ഒലുമ്പി വിട്ടു. വേണ്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ആ കുട്ടി രക്ഷപ്പെട്ടോട്ടെ, ആ കുടുംബം രക്ഷപ്പെട്ടോട്ടെ, അവർ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതി ഒന്ന് പറഞ്ഞു നോക്കിയതാ. എൻ്റെ അമ്മോ, വയ്യോ. ഷമ്മാസ് ഒരു നിമിഷം ആ റോഡിൻ്റെ അരികിലുള്ള ആ ഒരു തിണ്ണയിലിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ? ഉമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. എന്താ ഉമ്മാനോട് ഞാൻ പറയാം? ഉമ്മാനെയൊക്കെ ചവിട്ടി അരക്കുന്ന രീതിയിലാണ് അവനിവിടെ കാട്ടിക്കൂട്ടിയത്. ഉമ്മാനെയൊക്കെ തള്ളാന്ന് വിളിക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്നു പഠിച്ചോനെ, നെഞ്ചി പിളരുന്ന പോലെ. ഞാൻ അത്രക്കും സ്നേഹിക്കുന്ന ഉമ്മയെ എന്തൊക്കെയാണ് അവൻ വിളിച്ചു വന്നത്? നാണല്ലേ, ഇങ്ങനെയുള്ളവർ എന്നൊക്കെ പറഞ്ഞ്. പഠിച്ചോനെ, എൻ്റെ ഇക്കാക്കാക്ക് നീ നല്ല ബുദ്ധി കൊടുക്ക് റഹ്മാനെ. ബുദ്ധി കുറവുകൊണ്ട് പറയാണ്. എന്താ ഇപ്പം ചെയ്യുക? ഇക്കാക്ക പോയി, എന്തിനു വേണ്ടി പോയതാണാവോ? ഇപ്പം തന്നെ ഡൈവേഴ്സ് ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റില്ല ഓനെ. വിചാരിച്ചതാണ്. പെട്ടെന്ന് അതുവഴി അതാ ഷെഫീക്ക് വരുന്നു. വഴിയിൽ ആ സ്റ്റോപ്പിലിരിക്കുന്ന അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഫൈസലിൻ്റെ ഒരു മുഖഷേപ്പ് തോന്നുകയും ഷെഫീക്ക് അവിടെ വണ്ടി നിർത്തുകയും ചെയ്തു. സോറി ഫൈസലിൻ്റെ അനിയനാണെന്നല്ലേ? ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ. അല്ല, പേര് ഷമ്മാസ് ആണല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് വിശേഷം? വന്നിട്ടിപ്പോൾ കുറച്ചായല്ലേ? അൽഹംദുലില്ലാ, റാഹത്തായി പോകുന്നു. എന്തപ്പോൾ ഇവിടെ? വാഹനം ഇവിടെ? കാർ എവിടെ എടുത്തിട്ടില്ലേ? ഇല്ല. എന്തപ്പോൾ ഇവിടെ ഇരിക്കുന്നത്? അത് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടേ. എന്താ, നാട്ടിലേക്ക് പോരുന്നില്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബസ്സിലൊക്കെ കയറി ചെന്നാൽ ഇനിയൊരു പക്ഷേ ഉമ്മ ചോദിക്കാനിടയാവോ എന്നുള്ളൊരു ഭയം ശരിക്കും ഷമ്മാസിനുണ്ടായിരുന്നു. ഷെഫീഖ് ചോദിച്ചു, ഷമ്മാസ് കയറുന്നില്ലേ? കയറിക്കോളൂ. അതിനെന്താ? അല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. അല്ല, ഇനിയിപ്പോൾ എന്താ പടി ഈ സമയത്ത് ഇവിടെ നിന്നിട്ട്? നിങ്ങൾ പോരി. അങ്ങനെ ഷമ്മാസ് അതാ ഷെഫീഖിൻ്റെ ബൈക്കിൽ കയറുകയാണ്. അല്ല ഷമ്മാസ്, എന്താണ് ഫൈസലിൻ്റെ വിശേഷം? എന്താ ഫൈസൽ ഖാൻ്റെ എന്താ വൈഫ് വന്നോ? അത് വന്നിട്ടൊന്നുമില്ല ഷെഫീഖ്. എന്താ ഇപ്പം ചെയ്യുക? അങ്ങനെയൊക്കെ അങ്ങോട്ട് ആയിപ്പോയില്ലേ. നല്ല കുട്ടിയായിരുന്നു ആ പെൺകുട്ടി. എല്ലാം കൊണ്ടും നല്ലൊരു സ്വഭാവവും അച്ചടക്കവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഫൈസലിനോളെ പറ്റിയില്ല. എന്തപ്പോൾ ചെയ്യുക? ഞങ്ങളൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. എൻ്റെ ഉമ്മ വരെ പറഞ്ഞു നല്ല പെൺകുട്ടിയാണ് ഫൈസലിൻ്റെ വൈഫെന്ന്. പക്ഷേ ഇപ്പോൾ കിട്ടിയതാണെങ്കിലോ, ഓനക്ക് പറ്റിയ ടീം ഓൻ എങ്ങനെയാണ് ആഗ്രഹിച്ചത്, ഓൻ അങ്ങനെ തന്നെയാണല്ലോ. വീട്ടിലേക്കൊന്നും കറക്റ്റ് ടൈം വരില്ല. അന്ന് ആ പെൺകുട്ടി ഉള്ളത് തന്നെ 1:30 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് വന്നിരുന്നത്. എന്താ ഇപ്പോൾ സ്ഥിതി? സത്യം പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കണു 8 മാസം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ പോലും അവർ ഒരുമിച്ച് കിടന്നിട്ട് പോലുമില്ല എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെയാണ് അവനും പറയുന്നത്. എന്നാലും പാവം ആ പെൺകുട്ടി അവനെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എൻ്റെ ഇക്ക ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച്. പാവാണ്. അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ ഹൃദയം വേദനിച്ചു. ശരിയാണ്, അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് സങ്കടപ്പെടുകയാണ് സത്യത്തിൽ. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഷെഫീഖ് അവനെ വീട്ടിലേക്ക് നേരെ കൊണ്ടുപോകാൻ നിന്നപ്പോൾ ഷമ്മാസ് പറഞ്ഞു, ഷെഫീഖ് വേണ്ട, താങ്ക് യു കേട്ടോ, ഒരുപാട് ജസാക്കല്ല. പിന്നെ എന്താ, ഇനിയിപ്പോൾ ബൈക്കിലേക്ക് കൊണ്ടുപോയാലേ ഉമ്മ ചോദിക്കും എവിടുന്നാ ഇപ്പോൾ വരുന്നതെന്നൊക്കെ. അതുകൊണ്ടാട്ടോ ഞാൻ ഞങ്ങളുടെ നടന്നോളാം. ഷമ്മാസ് അതാ നടന്നുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. കുറേ ദിവസമായി പള്ളിയിലേക്ക് പോകുമ്പോൾ ഒന്ന് ഇതുവഴിയൊക്കെ നടക്കും, അല്ലാതെ ഈ സമയത്തൊന്നും. ഷമ്മാസ് വീട്ടിലെത്തി. ഉമ്മ ഷാമോനെ വന്നോ? അല്ല, എവിടേക്ക് ഇപ്പോൾ കാക്കയും കുട്ടിയും കൂടി പോയിരുന്നത്? എവിടെ? ഫൈസൽ എവിടെ? ഞാൻ പഠിച്ചവനോട് ദൂരെന്ന് പഠിച്ചോനെ ഇവരെ സ്നേഹബന്ധം നിലനിർത്തണേ എന്ന് പറഞ്ഞിട്ട്. ഇക്ക ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ നീ എങ്ങനെ മോനെ വന്നത്? ഞാൻ അങ്ങനെ കേട്ട ഒരു ഷഫീഖിൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതല്ല, നിങ്ങൾ രണ്ടുപേരും ജീപ്പിനല്ല പോയത്. എന്നിട്ട് എന്താ ഇപ്പോൾ സംഭവിച്ചത്? എന്തോ സംഭവിച്ചിട്ടില്ലല്ലോ. ഷാമോന് ഉമ്മാനോട് സത്യം പറയും. ഉമ്മ, സത്യം പറയാനെന്താ, ഇക്ക ദേഷ്യം പിടിച്ചുകൊണ്ടാണ് പോയത്. ഇനി എന്തൊക്കെ ഉൽമുണ്ടാവുന്നാവും പഠിച്ചോനെ. ഉമ്മ, എനിക്കാകെ ടെൻഷനാണ്. ഇക്കാനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇക്ക എന്താ പറഞ്ഞെന്നോ?
അന്ന് നമ്മൾ പെരുന്നാൾക്ക് പോയതിനെക്കുറിച്ചും ഉമ്മ അറിയാതെ പറഞ്ഞു പോയി. അപ്പോൾ അത് പറഞ്ഞോ മോനെ? പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഓനിപ്പോൾ എന്താ, ഓനെന്തി അവിടെ ചിലവെന്തി നോക്കുന്നുണ്ട്, നമ്മൾ തന്നെയല്ലേ. അപ്പം എന്താ പറഞ്ഞതെന്നോ, ഞാനുള്ള ഡൈവേഴ്സ് ഇന്നലെ അങ്ങോട്ട് ആക്കുകയാണ്. എന്നാൽ പിന്നെ നിങ്ങളെ പോക്കൊക്കെ അവിടെ നിൽക്കുമല്ലോ. ഞാനിപ്പോൾ അവളങ്ങനെ ഭാര്യയാക്കി വെച്ചുകൊണ്ട് നിന്നിട്ടല്ലേ നിങ്ങൾ പോകുന്നത്. അത് ഞാൻ നിർത്തിത്തരാം എന്ന് പറഞ്ഞ് സ്പീഡിൽ ആ ജീപ്പ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്തൊക്കെയാവും പഠിച്ചോനെ. ഉമ്മ, താത്താനെ ഡൈവേഴ്സ് ചെയ്യോ? നമ്മളെ കാരണം കൊണ്ട്, എൻ്റെ കാരണം കൊണ്ട് ഞാൻ ആളൊക്കെയോട് അങ്ങനെ പറഞ്ഞത്. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? ഷമ്മാസിന് കുറ്റബോധം തോന്നി. ഉമ്മ പറഞ്ഞ്, മോനെ വിഷമിക്കണ്ട. അവൻ്റെ ഈ ഒരു സ്നേഹമില്ലാത്ത ജീവിതത്തിൽ അവൾ നിന്നിട്ടെന്താ? അവൻ ഡൈവേഴ്സ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. എന്നാലും അവൾക്കുള്ളത് നമ്മൾ നോക്കും, ഞാൻ നോക്കും. എൻ്റെ മോൾക്കുള്ളത് അവൾ എന്നും എൻ്റെ മരുമകൾ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും അവൻ ഡൈവേഴ്സ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അവൾ എൻ്റെ ഒരു അന്യ പെണ്ണല്ല. അവളെ ഞാൻ സംരക്ഷിക്കും. ഷമ്മാസിന് ടെൻഷൻ കൂടി വന്നു. ഉമ്മ, എൻ്റെ കാരണം കൊണ്ട് ഒരു പെണ്ണിനെ തലാക്ക് ചെല്ലാന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞിട്ടാണല്ലോ. എന്തപ്പോൾ ഉമ്മ ചെയ്യുക? മോൻ ടെൻഷനിലായല്ലേ? അതിനൊക്കെ വഴിയുണ്ടാവും. മോൻ ഒരു ടെൻഷനും ആവല്ലേ. അവൻ എന്താ ചെയ്തോട്ടെ. ഓൻ്റെ കൂടെ അങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? കൂടെയല്ല, അവിടെയും ഇവിടെയായിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അവൻ എന്താ ചെയ്യട്ടെ, അവൻ്റെ ഇഷ്ടം പോലെ. ഉമ്മ, എന്നാലും ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലോ. എൻ്റെ ഒരു ബുദ്ധിമോശം. ഞാനാണല്ലോ ഇക്കാനോട് ആ സമയത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോയി അറിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പാവം ആ കുട്ടി, ആ ഹൃദയം എത്ര വേദനിക്കുന്നുണ്ടാവും. ആ ഉപ്പ എൻ്റെ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് വിടുന്നില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ ആ ഒരു മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് പറയാനായിട്ട്. അതെല്ലാം നമുക്ക് മനസ്സിലാകുമ്മ. എൻ്റെ മോളെ സംരക്ഷിക്കണം എന്നായിരിക്കും ആ ഒരു കണ്ണുകൾ നിറഞ്ഞതിൻ്റെ അർത്ഥം. ഉമ്മ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അല്ലാഹുവേ, ഏത് നിമിഷമാണ് എനിക്ക് ആ ബുദ്ധി തോന്നിയത്. മോനെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വിഷമിക്കല്ലേന്ന്. എന്തെങ്കിലുമൊക്കെ ഒരു വഴി അള്ളാഹു കണ്ടിട്ടുണ്ടാവും. നീ വിഷമിക്കല്ലേ. നീ ഒന്ന് ഫ്രഷായി വാ, വിഷമിക്കാതെ. അവന് ഡൈവേഴ്സ് ചെയ്യാതിരിക്കുക, എന്തെങ്കിലും ചെയ്യട്ടെ. എന്തൊക്കെ തന്നെയായാലും എൻ്റെ മോളെ ഞാൻ നോക്കും, ഇൻഷാ അല്ലാ. അതെൻ്റെ ഉറപ്പാണ്. ഷമ്മാസ് അത് പറഞ്ഞ ദേഷ്യത്തിന് ഫൈസൽ നുസൈബയെ ഡൈവേഴ്സ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം, ഇൻഷാ അല്ലാ, നാളെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.